കെ.എം. മാണിയുടെ രാജി സ്വീകരിക്കുന്നതായും മാണി കുറ്റക്കാരനല്ലെന്ന വിശ്വാസമാണ് ഇപ്പോഴും യു.ഡി.എഫിനുള്ളതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മാണി സ്വയം രാജിവെച്ച് മാതൃകയായിരുന്നുവെന്നും യു.ഡി.എഫ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിസഭാ പുനഃസംഘടന ഇനി ഉണ്ടാകില്ലെന്നും ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ രാജി സ്വീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാണിയുടെ ദൂതന്മാർ ക്ലിഫ് ഹൗസിലെത്തി രാജിക്കത്ത് കൈമാറി നിമിഷങ്ങൾക്കുള്ളിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി രാജി സ്വീകരിച്ചതായി സ്ഥിരീകരിച്ചത്. കോടതിയുടെ പരാമർശം വന്ന സാഹചര്യത്തിൽ രാജി സ്വീകരിക്കണം, രാജിക്കത്ത് കൊടുത്തയക്കുന്നു, അത് സ്വീകരിക്കണം എന്നാണ് മാണി സാർ വിളിച്ചു പറഞ്ഞത്. ആ സാഹചര്യത്തിൽ രാജി സ്വീകരിക്കുന്നതാണ്. സ്വയം രാജിവെക്കുകയായിരുന്നു മാണി. യു.ഡി.എഫ് സമ്മർദ്ദം ചെലുത്തിയെന്ന വാർത്ത തെറ്റാണ്. മാണി കുറ്റവാളിയല്ലെന്നാണ് ഇപ്പോഴും യു.ഡി.എഫ് വിശ്വസിക്കുന്നത്. മാണി സാറ് ഇതിൽ കുറ്റവാളിയാണ് എന്ന് യു.ഡി.എഫ് വിശ്വസിച്ചിരുന്നില്ല. അതിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരുന്നത്. ആ നിലപാട് തന്നെയാണ് യു.ഡി.എഫിന് ഇന്നും ഉള്ളത്. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതേസമയം തോമസ് ഉണ്ണിയാടന്റെ രാജി യു.ഡി.എഫ് അംഗീകരിച്ചിട്ടില്ല. മാണിയുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ പുനഃസംഘടന ഇനി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിരപരാധിത്വം തെളിയിച്ച് മാണി എത്രയും വേഗം തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.